സോ നമ്മൾ അടുത്ത കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ എക്സെപ്ഷണൽ ഹാൻഡ്ലിംഗ് ആണ്. സോ എക്സെപ്ഷണൽ ഹാൻഡ്ലിങ്ങിൽ പല രീതിയിൽ എക്സെപ്ഷൻസ് ഹാൻഡിൽ ചെയ്യുക. അതിൻ്റെ ഒരു ഏറ്റവും ഇപ്പോൾ നമ്മളൊരു സർവീസ് ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു മെത്തേഡൊക്കെ ചെയ്താണെങ്കിൽ ഏറ്റവും ബെറ്റർ വേ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്സ് മിനിമം ആയിട്ട് ഉണ്ടായിരിക്കണം. ഈ ട്രൈയിലാണ് നമ്മളെ പോസിറ്റീവ് സിനാരിയോയിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതുക. ഫോർ എക്സാമ്പിൾ ഒരു ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അറയിലുള്ള ഒരു പർട്ടിക്കുലർ എലമെന്റ് കണ്ടുപിടിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഒരു കുറച്ച് ഇമേജ് റിട്രൈവ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പോസിറ്റീവ് സിനാരിയോയിൽ നമുക്ക് ഇവിടെ എഴുതാം. ഇപ്പോൾ പിന്നെ ഈ ക്യാച്ച് ബ്ലോക്കിനാണ് നമ്മൾ എക്സെപ്ഷൻ ക്യാച്ച് ചെയ്യുക. ആ എക്സെപ്ഷൻ ക്യാച്ച് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഡാറ്റാബേസിലേക്ക് ഒരു കോള് പോയി, അവിടെ ആ യൂസർ ഇല്ല, അപ്പോൾ ട്രൈന്ന് ഒരു ത്രോ ചെയ്തു, അത് നമുക്ക് ഇവിടെ ക്യാച്ച് ചെയ്യാം. ക്യാച്ച് ചെയ്തിട്ട് പുറത്തേക്ക് ത്രോ ചെയ്യേണ്ടതാണെങ്കിൽ ഇവിടുന്ന് ത്രോ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ലോഗ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കോഡ് കണ്ടാൽ കുറച്ചും കൂടെ ഐഡിയ കിട്ടും, റിയൽ കോഡ്. ഇപ്പോൾ ഞാൻ മാനുവലി ക്രിയേറ്റ് ചെയ്ത ഒരു കുറച്ച് എക്സെപ്ഷൻസ് ആണ്. അതായത് ഒരു ട്രൈ ബ്ലോക്ക് ഉണ്ട്, ഒരു എരിത്തമെറ്റിക് എക്സെപ്ഷൻ ക്യാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് എക്സെപ്ഷനും ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് മൾട്ടിപ്പിൾ ക്യാച്ച് എന്നാണ് ഈ ഒരു കോൺസെപ്റ്റിന് പറയുക. ഓരോരോ എക്സെപ്ഷൻസ് ഓരോരോ അതിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് ക്യാച്ച് ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ ഒരു അറേ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അറേൻ്റെ 10th പൊസിഷനിൽ 50 വെച്ചിട്ടുണ്ട്. ഒരിക്കലും പറ്റില്ലല്ലോ, 5 എലമെന്റേ ഉള്ളൂ ഇതിൽ പറ്റുന്നത്, അതിൽ പോയിട്ട് 10th പൊസിഷനിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ദ ബൗണ്ട് അടിക്കും. അതായത് ഇത് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഈ എക്സിക്യൂട്ട് എന്നുള്ള മെത്തേഡ് ഈ മെയിൻ മെത്തേഡിൽ കോൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ദ ബൗണ്ട് വന്ന് ശരിയാണ്. ഇനി നമുക്ക് ആ എക്സെപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 10 പകരം 1 തന്നെ അസൈൻ ചെയ്യാം. അപ്പോൾ ആ എക്സെപ്ഷൻ വരില്ല, നമുക്ക് ഈ അരിത്തമെറ്റിക് എക്സെപ്ഷൻ വരും. അരിത്തമെറ്റിക് എക്സെപ്ഷൻ വന്ന് കാരണം എന്താ വെച്ചാൽ 0 കൊണ്ട് നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അരിത്തമെറ്റിക് എക്സെപ്ഷൻ വന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതണമെന്നില്ല. ഇപ്പോൾ തുടക്കത്തിലൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഏത് എക്സെപ്ഷൻ ആണെങ്കിലും ശരി, ഈ മൾട്ടിപ്പിൾ എക്സെപ്ഷന് പകരം വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഫോർ എക്സാമ്പിൾ ഈ ക്യാച്ച് ഒഴിവാക്കുക, എന്നിട്ട് ഇവിടെ ഈ എക്സെപ്ഷൻ പിടിക്കുക, എന്നിട്ട് ഈ ഡോട്ട് ഒറ്റൊരു എക്സെപ്ഷന് വേണമെങ്കിൽ ഇങ്ങനെയും പിടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഓരോന്ന് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്യാച്ച് ബോക്സ് ഇട്ട് പോയാൽ മതി. കണ്ടില്ലേ, ഈ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ദ ബൗണ്ട് ഇവിടെ അടിക്കും. ഔട്ട് ഓഫ് ദ ബൗണ്ട് ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇനി ഇത് അടുത്ത ഈ മെയിൻ ക്ലാസ്സിലേക്ക് ഇത് ത്രോ ചെയ്യണമെങ്കിൽ അതെങ്ങനെയാന്ന് വെച്ചാൽ ത്രോ എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്. ത്രോ ന്യൂ എക്സെപ്ഷൻ, എന്നിട്ടൊരു മെസ്സേജ് കൊടുക്കുക. എക്സെപ്ഷൻ ഒക്കേർഡ് ഹിയർ, എക്സെപ്ഷൻ ഒക്കേർഡ്. ഈ ഡോട്ട് ഗെറ്റ് മെസ്സേജ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്യാച്ച് ചെയ്യാനും പറ്റും. ഇവിടെ ഒരു ത്രോസ്, ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യുന്നുള്ള സൂചന കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു റെഡ് കളർ വന്നില്ലേ. ഇന്റലിജന്റ് ഒക്കെയാണ് ജസ്റ്റ് ആഡ് എക്സെപ്ഷൻ ടു ദ മെത്തേഡ് സിഗ്നേച്ചറിനോ, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും ഒരു ബെറ്റർ വേ എന്ന് പറയുന്നത് ഇവിടെ അത് ട്രൈ ക്യാച്ച് ചെയ്യുക. അപ്പോൾ ഈ റെഡ് കളർ പോയി കിട്ടും. നോക്കി നോക്കാം, എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം അവിടുന്ന് ത്രോ ചെയ്തു, ഇവിടുന്ന് ഇത് ത്രോ ചെയ്തു, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ അത് പ്രിന്റ് ചെയ്തു. അപ്പോൾ ഒരു ലെയർ പിന്നിലോട്ട് എങ്ങനെ ത്രോ ചെയ്യേണ്ടതെന്നുള്ള പോയിന്റും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ട്രൈ ക്യാച്ച് അതിലുള്ള വേറൊരു പോയിന്റാണ് ഫൈനലി എന്ന് പറയുന്നത്. ഫൈനലി എന്ന് പറഞ്ഞാൽ 2 സിനാരിയോ വരും. പോസിറ്റീവ് ആയാലും ശരി, നെഗറ്റീവ് ആയാലും ശരി, ഇത് എക്സിക്യൂട്ട് ആവും. വല്ല ഡാറ്റാബേസ് കോളോ അങ്ങനത്തെ എന്തെങ്കിലും കോൾസൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കണക്ഷൻ ഡിസ്ക്ലോസ് ചെയ്യണമെങ്കിലോ ഒക്കെ ഈ ഫൈനലിയിലാണ് നോർമലി ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഒക്കർ ചെയ്തു, അത് എക്സിക്യൂട്ടായി, എന്നിട്ട്
നമ്മുടെ ഇവിടേക്ക് എത്തി. സോ ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന്റെ ട്രൈ എന്താ, ക്യാച്ച് എന്താ, ഫൈനലി എന്താണെന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഞാനിത് കമന്റ് ചെയ്യാണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ത്രെഡ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഓരോരോ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആണല്ലോ നടക്കുന്നത്. അതിന് പകരം ഇപ്പോൾ രണ്ട് ഇവൻറ്റ്സ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്ത രണ്ട് ഇവൻറ്റ്സ് ഉണ്ട്. ഒരു T1 ഒരു T2 എന്ന് പറയുന്ന രണ്ട് ഇവൻറ്റ്സ്. അതായത് യൂസർ അപ്ഡേറ്റ് ചെയ്യാണ് എന്തോ പ്രൊഫൈൽ ഫോട്ടോ കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു ഇവൻ്റ് ആയിട്ട് ഡാറ്റാബേസിൽ ഏത് യൂസറാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കത് സ്റ്റോർ ചെയ്യണം. അപ്പോൾ സ്റ്റോർ ഇൻഫോർമേഷൻ, ഇതിൻ്റെ ഒരു യൂസ് കേസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പം യൂസറിൻ്റെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്ത് വരാൻ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അത്ര നേരം പിടിക്കില്ല, പക്ഷെ ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ T2 എന്ന് പറയുന്ന ഇവൻറ്റിന് അത് ബാധകമല്ല. ജസ്റ്റ് ഏത് യൂസറാണ് അപ്ഡേറ്റ് ചെയ്തതെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ ഈ T1ഉം T2ഉം തമ്മിൽ ബന്ധമൊന്നുമില്ല എക്സിക്യൂഷൻ. സോ അങ്ങനത്തെ സിനാരിയോസിലാണ് നമ്മൾ ത്രെഡ്സ് യൂസ് ചെയ്യുക. അതായത് പാരലൽ ആയിട്ട് മൾട്ടിപ്പിൾ ഇവൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രെഡ്സ് യൂസ് ചെയ്യുക. സോ ത്രെഡ്സിൻ്റെ ഒരു സാമ്പിൾ, ഒരു പല രീതിയിൽ ത്രെഡ്സ് ചെയ്താൽ ഏറ്റവും എളുപ്പത്തിൽ നോക്കുകയാണെങ്കിൽ ത്രെഡ്, ഇപ്പോൾ ഒരു T1 എന്ന് പറയുന്ന ത്രെഡ്, ന്യൂ ത്രെഡ് ഓഫ്, എന്നിട്ട് ആ കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ ലാംഡ മെത്തേഡ്. ഞാൻ ഫുൾ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്തിട്ട്. സോ ഒരു T1 എന്ന് പറയുന്ന ത്രെഡ് ഉണ്ട്, T2 എന്ന് പറയുന്ന ത്രെഡ് ഉണ്ട്. ത്രെഡ് ക്ലാസ് ഇന്റർഫേസ് നെയിമാണ് അല്ലേ, ഒന്ന് ഉറപ്പിക്കുക. ത്രെഡ് ഒരു ക്ലാസ് നെയിമാണ്. അത് റണ്ണബിൾ എന്ന് പറയുന്ന ഇന്റർഫേസിന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള കുറേ മെത്തേഡ്സ് കിട്ടും. അത് ഇങ്ങനെ മനസ്സിലാക്കണതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയാൽ മതി. T1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ പേര് ന്യൂ ത്രെഡ് ഓഫ്, അതിലൊരു ലാംഡ മെത്തേഡ് എഴുതി ഇതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ. ഇതിപ്പോൾ ഒരു DB കോൾ ആവാം, പ്രൊഫൈൽ അപ്ഡേറ്റ് ആവാം, എന്തെങ്കിലും ഒരു ഇവൻ്റ് ആവാം. ഞാൻ ജസ്റ്റ് ഒരു 1 to 100 പ്രിന്റ് ചെയ്യുന്നുണ്ട് T1-ൽ. അതേമാതിരി T2-ൽ ഒരു 100 to 200 പ്രിന്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് രണ്ടും റിലേറ്റീവ് അല്ല, അത് എങ്ങനെ പ്രിന്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ T1-ന് സ്റ്റാർട്ട് കൊടുത്തു, T2-ന് സ്റ്റാർട്ട് കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ എന്താ സംഭവിച്ചത് കണ്ടല്ലേ, ഇപ്പൊ 3 ത്രെഡിലാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് T1 എന്ന് പറയുന്ന ത്രെഡ്, T2 എന്ന് പറയുന്നത് മെയിൻ മെത്തേഡ് വേറെ ഒരു ത്രെഡിൽ. അപ്പോൾ മെയിൻ മെത്തേഡ് ഫസ്റ്റ് എക്സിക്യൂട്ട് ആയത്, പിന്നെ T1 എന്ന് പറയുന്ന ത്രെഡ്, T1 എന്ന് പറയുന്ന ത്രെഡിൽ 1 2 3 4 5 7 കഴിഞ്ഞതിന് ശേഷം T2 എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അതാണ് 100, 101, 102 ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയി. പിന്നെ 8 9 10 11 എന്ന് പറഞ്ഞിട്ട് T1 വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു ഓർഡർ ഇല്ലാതെ ഇത് എക്സിക്യൂട്ട് ചെയ്ത്, കാരണം നമുക്കത് പ്രശ്നമല്ല ഓർഡർ ഇല്ലാതെ എക്സിക്യൂട്ട് ചെയ്താൽ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ എങ്ങനെയാണോ എക്സ്പെക്ട് ചെയ്തത് അതേപോലെ തന്നെ അതിൻ്റെ എക്സിക്യൂഷൻ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ T1 കഴിഞ്ഞിട്ട് T2 എക്സിക്യൂട്ട് ചെയ്യാൻ പാടൂ എന്നാണെങ്കിൽ ഇവിടെ ഒരു T1 ഡോട്ട് ജോയിൻ എന്ന് കൊടുത്താൽ മതി. അതിലൊരു ട്രൈ ക്യാച്ച് ഇടേണ്ടി വരും. അതാണ് തൽക്കാലം ഞാൻ അങ്ങനെ വിട്ട്. അപ്പോൾ T1 കഴിഞ്ഞിട്ട് T2 എക്സിക്യൂട്ട് ആവുള്ളൂ.
നോക്കാം. T1 മൊത്തം ഏകദേശം എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. 100 കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളെ മെയിൻ മെത്തേഡ് എക്സിക്യൂട്ട് ആയി. T2 എക്സിക്യൂട്ട് ആവുന്നതിന് മുന്നേ തന്നെ മെയിൻ മെത്തേഡ് വേറൊരു ത്രെഡിനാണ്, അതുകൊണ്ടാണ് അത് എക്സിക്യൂട്ട് ആയത്. പിന്നെ 100ന് ശേഷമുള്ളത്. ഇനി T1ഉം T2ഉം കഴിഞ്ഞിട്ടേ മെയിൻ മെത്തേഡ് എക്സിക്യൂട്ട് ആവുമെങ്കിൽ T2നും ഒരു ജോയിൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ലാസ്റ്റേ ഈ ലൈന് പ്രിന്റ് ആവുള്ളൂ. ലാസ്റ്റാണ് ആ ലൈന് പ്രിന്റ് ആയത്. സോ ത്രെഡിന്റെ പാരലൽ എക്സിക്യൂഷൻ എങ്ങനെയാണ്, പിന്നെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ത്രെഡ് രണ്ട് ത്രെഡൊക്കെ ചെയ്താന്നുള്ള ആ ഒരു ഐഡിയയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു എക്സിക്യൂഷൻ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് അതും കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.